അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നല്ല പുരുഷന്മാർക്ക് നല്ല സ്ത്രീകളെയും നല്ല സ്ത്രീകൾക്ക് നല്ല പുരുഷന്മാരെയും ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഈ പ്രഖ്യാപനം നാം മറന്നു പോകരുത് മുഅ്മിനീങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നാം നല്ല പുരുഷന്മാരും നല്ല സ്ത്രീകളുമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ആളുകളെ നമുക്ക് ലഭിക്കും. അള്ളാഹു പഠിപ്പിച്ചു തരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതിന് നാം നല്ലവരായി തീരുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് കേവലം വിവാഹം കഴിക്കാൻ സത്യം പറഞ്ഞാല് ചുരുക്കം പറഞ്ഞ ഇന്ന് പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ ഭയമാണ്, പേടിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ കാലഘട്ടത്തിന് അനുസൃതമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. വിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ എത്രയോ സത്യമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് പുലർന്നിരിക്കുകയില്ല. ദീനില്ലാത്തൊരവസ്ഥകളിലേക്ക് കടന്നു വന്നപ്പോൾ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് തകർന്നടിഞ്ഞു പോയത്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിലയില്ല, ഭർത്താവിന് ഭാര്യയ്ക്ക് വിലയില്ല. അങ്ങനെയുള്ളൊരവസ്ഥ, പരസ്പരം വിലയില്ലാത്ത, വാല്യൂ നൽകാത്തൊരു ജീവിതമായി പോയി നമ്മുടെയൊക്കെ ഇന്ന് ജീവിതം. വെറും റീൽസ് വീഡിയോകളിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ വെറും കോമാളികളായി തീരുന്ന രീതിയിൽ റീൽസ് വീഡിയോകളാക്കുന്ന ഒരു കപ്പിൾസായി മാറി നമ്മുടെ കുടുംബ ജീവിതം, അല്ലേ? നാം മനസ്സിലാക്കണം. ഇന്ന് കൂടുതലും ഈ സോഷ്യൽ മീഡിയ അധികരിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ രഹസ്യങ്ങൾ പോലും ഇന്ന് പരസ്യപ്പെടുത്തുന്ന ഒരു കാലമായി മാറി. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ ദാമ്പത്തിക ജീവിതത്തിലെ രഹസ്യങ്ങൾ, അതായത് മണിയറ രഹസ്യങ്ങൾ പുറത്തു പറയുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, അവർ ആൺ പിശാചുക്കളും പെൺ പിശാചുക്കളുമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെൻസസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളൊക്കെ ഭർത്താവിനോട് ഒക്കെ ഒതുക്കി പറയുന്ന വർത്തമാനമായിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഞാൻ എല്ലാവരുടെയും മുസ്ലിം സമുദായത്തിന്റെ ആളുകളോട് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇത് എല്ലാവരോടും ചേർത്തല്ല ഞാൻ പറയുന്നത്. ഞാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറയുന്നെന്ന് പറഞ്ഞാല് ദീൻ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഈ മെൻസസ് എന്ന് പറയുന്നത് മണിയറ രഹസ്യത്തിൽപ്പെട്ടതാണ്. അതായത് കുടുംബജീവിതം, ദാമ്പത്തിക ജീവിതത്തിലെ രഹസ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നാം മനസ്സിലാക്കണം. പണ്ടൊക്കെ അത് ഭർത്താക്കന്മാരിൽ നിന്നത് പറഞ്ഞ ആവശ്യ അനുസരണം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് അത് പരസ്യപ്പെടുത്തുന്ന കാലമായി മാറി. എനിക്ക് മെൻസസ്